നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അതിൻ്റെ ഹോമിയോപ്പതി ചികിത്സയെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്തെ ഹോളിസ്റ്റിക് മെഡിസിൻ ആൻഡ് സ്ട്രെസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ രാജേഷ് കുമാറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് നമസ്കാരം. ഒരുപാട് ആൾക്കാരുണ്ട് സർ, സാധാരണഗതിയിൽ നമ്മൾ എന്ത് കഴിച്ചാലും വയറിന് പ്രശ്നം ഉണ്ടാകുക എന്ന് പറയുന്നത്. അത് ഒരു പക്ഷേ കുട്ടിക്കാലത്തും കുട്ടികൾ എന്നുള്ള നിലയിൽ തുടങ്ങി മുതിർന്നവരിലേക്ക്, ഈവൻ വൃദ്ധജനങ്ങളിലേക്ക് വരെ എത്തിച്ചേരുന്ന ഒരു വലിയ സമൂഹം. നമുക്ക് ഏത് ഒരു പുറത്തുനിന്നൊരു ഭക്ഷണമാവട്ടെ, വീട്ടിൽ സാധനം ഒരു കുക്ക് ചെയ്യുന്നവരാവട്ടെ, പലർക്കും സ്പെസിഫിക് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പോലുമുണ്ട് വയറിന് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നമാണോ? ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സാധാരണ ജനങ്ങൾക്കിടയിൽ കോമൺ ആണോ? ഏതാണ്ട് ഒരു 60% ആൾക്കാരിലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദഹന പ്രോബ്ലംസ് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഒരു 8 വയസ്സായ കുട്ടികൾ ഇപ്പോൾ ഗ്യാസിൻ്റെ രോഗമായിട്ട് ഡോക്ടർമാരെ കാണാൻ വരുന്നുണ്ട്. 5 വയസ്സായ കുട്ടിക്ക് പൈൽസ് രോഗം വരുന്നു, മൂലക്കുരു വരുന്നു, നെഞ്ചരിച്ചിൽ വരുന്നു, അവർക്ക് ഓർക്കാനം ഗ്യാസ്ട്രൈറ്റിസ് വരുന്നു. ഇതൊക്കെ വളരെ ഞെട്ടിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ദഹന രോഗങ്ങൾ ഇപ്പോൾ എത്തിക്കുന്നത്. സാറിന് പുളിച്ച് തകട്ടുക എന്ന് പറയുമ്പോൾ പലപ്പോഴും എനിക്കുണ്ട്, അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് ഡിസ്കസ് ചെയ്താൽ അയാൾക്കും ഉണ്ട് ഇതെനിക്ക് പുളിച്ച് തകട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ അത്രയേറെ കോമൺ ആയിട്ടുള്ളൊരു സിംറ്റമായി മാറി പലപ്പോഴും ഈ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. നമ്മുടെ ഓവർ ദ കൗണ്ടർ മെഡിസിൻ കിട്ടുന്നത് പോലെ ഏതെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റോറിലോ ഒക്കെ പോയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി കഴിക്കുക. അല്ലെങ്കിൽ നമുക്കറിയാം ഒരു പൊട്ടറ്റോ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും, അല്ലെങ്കിൽ എഗ്ഗ് കഴിച്ചു കഴിഞ്ഞാൽ, മുട്ട കഴിച്ചാൽ പ്രശ്നം ഉണ്ടാകും. അത് കഴിച്ച ഉടനെ നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരമാണെങ്കിൽ കൂടിയും അത് കഴിച്ചു കഴിഞ്ഞാൽ ഓടിപ്പോയിട്ട് ഇത്തരത്തിൽ ദഹന സംബന്ധമായിട്ടുള്ള ഗുളികകൾ വാങ്ങിച്ച് കഴിക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ചെയ്യുന്നൊരു കാര്യമാണ്. അത് പലപ്പോഴും പ്രശ്നങ്ങളിലേക്ക് എത്തപ്പെടും. കാരണം പുളിച്ചു തേട്ടലെന്ന് പറയുന്നത് ഹാർട്ട് ബേൺ അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ എന്ന് പറയുന്ന ദഹനരസം, ആമാശയത്തിൽ കാണുന്ന ദഹനരസം വായിലേക്ക് തികട്ടി വരുന്ന ഒരു വളരെ താരതമ്യേന സിമ്പിളായിട്ടുള്ള ഒരു രോഗമാണ്. പക്ഷേ അതിന് നമ്മൾ ആഹാരക്രമം മാനേജ് ചെയ്യുന്നതും കൂടാതെ തുടർച്ചയായി മരുന്നുകൾ ഡിപ്പെൻഡ് ചെയ്താൽ അത് നമ്മുടെ ആമാശയവും അന്നനാളവും തിരിക്കുന്ന വാഷറിന് പ്രോബ്ലം വരും, അതായത് മസിലിന് പ്രോബ്ലം വരികയും സ്ഥിരമായിട്ടുള്ള ഒരു ആസിഡിറ്റിയിലോ നെഞ്ചരിച്ചിലേക്കോ കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യും. എപ്പോഴും ഗ്യാസിൻ്റെ മരുന്നുകൾ വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ നെഞ്ചരിച്ചിലിനോ മറ്റെന്ത് അസുഖങ്ങൾക്കാണെങ്കിലും ഗ്യാസിൻ്റെ ഗുളിക വർക്ക് ചെയ്യും. അതായത് ഇപ്പോൾ വയറിൻ്റെ ദഹനരസത്തിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുക തുടങ്ങി ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യുക, ഇങ്ങനെ പലതരത്തിൽ വർക്ക് ചെയ്യുന്ന ഗ്യാസിൻ്റെ മരുന്നുകളുണ്ട്. അത് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ പിന്നെ അതില്ലാതെ ദഹനം പ്രോപ്പറായി നടക്കാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യ ശരീരം ചെന്നെത്തും. ഇതാണ് ഇപ്പോഴത്തെ സൊസൈറ്റി നേരിടുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. നമുക്കിപ്പോൾ ചോക്ലേറ്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന ചിക്കൻസ് ഉണ്ട്, പലതരത്തിൽ പല വെറൈറ്റിയിൽ കിട്ടുന്ന ചിക്കൻസ് ഉണ്ട്, ഫ്രൈഡ് ഐറ്റംസ് ഒരുപാട് കിട്ടുന്നുണ്ട്, ബർഗർ പോലെയുള്ള കാര്യങ്ങൾ ഒരുപാട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബേക്ക്ഡ് ഫുഡ് അല്ലെങ്കിൽ പലതരത്തിലുള്ള കളറുകൾ ചേർത്തിട്ടുള്ള ഭക്ഷണം, ഫാസ്റ്റ് ഫുഡ്, അതെ, ജനറലായിട്ട് ഫാസ്റ്റ് ഫുഡുകൾ എന്ന് പറയുന്നത് വളരെ സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ചേർക്കുന്ന പ്രിസർവേറ്റീവ്സ് ഇത്തരത്തിൽ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ടോ? പ്രിസർവേറ്റീവ്സ് മാത്രമല്ല, പണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 15 വർഷം മുമ്പ് വരെ ആൾക്കാർ ഒരു 3 വർഷത്തിന് മുകളിൽ പഴകിയ ഭക്ഷണം കഴിക്കുന്നത് കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഫാസ്റ്റ് ഫുഡ് സംസ്കാരം വന്നു, ആൾക്കാർക്ക് തിരക്കാണ്, ഭക്ഷണം ഉണ്ടാക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് അവർ കൂടുതലും ഹോട്ടലുകളെ ആശ്രയിക്കുന്നു, ഫാസ്റ്റ് ഫുഡ് കടകളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴുള്ള പ്രോബ്ലം, ഒരു ദിവസം പഴകിയ തുടങ്ങി മാസങ്ങൾ വരെ പഴകിയ ചിക്കനാണെങ്കിലും ഭക്ഷണമാണെങ്കിലും തന്നെയാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഹോട്ടലിൽ പോയാൽ അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ഫുഡ് ഷോപ്പിൽ പോയി ഒരു ഭക്ഷണത്തിന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന, അല്ലെങ്കിൽ ഒരു ബർഗർ ആണെങ്കിൽ തന്നെ ഫ്രഷായിട്ട് ലഭിക്കുകയായിരിക്കും, പക്ഷേ അതിലുപയോഗിക്കുന്ന കട്ട്ലറ്റുകൾ തന്നെ മാസങ്ങൾക്ക് മുമ്പ് പാക്ക് ചെയ്തതായിരിക്കാം. സോ ഇതെല്ലാം ആ ലെവലിൽ നമുക്ക് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ, ബാക്ടീരിയ കയറാതെ സൂക്ഷിക്കണമെങ്കിൽ അതിൽ പ്രിസർവേറ്റീവ്സ് അത്രത്തോളം അടങ്ങിയിട്ടുണ്ടാവും. ഇതെല്ലാം തന്നെ ദഹനരസത്തെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. ഒരു മിക്സി, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു മിക്സിയുടെ കാര്യം നോക്കിയാൽ, മിക്സിയിൽ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കുതിർത്ത ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലേഡിന് കേടുവരില്ല. പക്ഷേ അതിനകത്ത് കല്ലോ മൺതരിയോ തന്നെ ഉപയോഗിച്ച് നോക്കുക, അതിൻ്റെ ബ്ലേഡുകൾ കേടുവരും. അത് പറയുന്നത് പോലെ തന്നെയാണ് ആമാശയവും ശരീരത്തിലുള്ള ദഹിപ്പിക്കുന്ന ഗ്ലാൻഡുകളും, ലിവർ ആണെങ്കിലും പാൻക്രിയാസ് ആണെങ്കിലും എല്ലാം.
ഇപ്പോൾ ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിപ്പിക്കുന്നതിന് പകരം കെമിക്കലുകൾ, രാസവസ്തുക്കൾ സ്ഥിരമായി ദഹിപ്പിക്കേണ്ട അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥ ശരീരത്തിലെ ഓർഗൻസിന് വരുമ്പോൾ അത് പെട്ടെന്ന് രോഗാവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിംറ്റംസ് മറ്റേതെങ്കിലും അസുഖങ്ങളുടെ സിംറ്റംസ് ആയിട്ട് നമ്മൾ തിരിച്ചറിയാറുണ്ട്? ഉണ്ട്. പലപ്പോഴും ഒരു നെഞ്ചിൽ ആൾക്കാർ ഗ്യാസ് കയറിയിരിക്കുക എന്ന് പറഞ്ഞ് വരാറുണ്ട്. ചിലവർക്ക് കൈവേദന, കാലുവേദന അങ്ങനെ പറഞ്ഞ് വരാറുണ്ട്. കയ്യിലോ കാലിലോ പ്രസ് ചെയ്യുമ്പോൾ ഏമ്പക്കം പോകുന്നതായിട്ട്, ഗ്യാസ് പുറത്തേക്ക് പോകുമ്പോൾ ആശ്വാസം ലഭിക്കുന്നതായിട്ട് പല സ്ത്രീകളും പറയാറുണ്ട്. ഇതെല്ലാം മറ്റു ചില രോഗങ്ങളുണ്ട്. അതായത് ഇപ്പോൾ സ്റ്റൊമക്കിലെ യൂട്രസ് സംബന്ധമായ രോഗങ്ങൾക്കും ഗ്യാസ് വരാം. പെൺകുട്ടികളാണെങ്കിൽ മാസമുറ പീരീഡ്സിൻ്റെ സമയത്ത് അവർക്ക് ഗ്യാസിൻ്റെ കംപ്ലയിൻറ്റ് കൂടുതൽ അനുഭവപ്പെടാം. അതുപോലെ ലിവറിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലോ അൾസറിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലോ എല്ലാം പ്രസൻറ്റ് ചെയ്യുന്ന കംപ്ലയിൻറ്റ് ഗ്യാസ് തന്നെയാണ്. ചില സമയത്ത് ഗ്യാസ് കയറിയിട്ട് നെഞ്ചുവേദന, ഒരു ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ പോലെ കാണിച്ചു എന്ന് വരാം. ഇതുപോലെ ഒരുപാട് ലക്ഷണങ്ങൾ അസിഡിറ്റിയുടെ അല്ലെങ്കിൽ ദഹന സംബന്ധമായ പ്രശ്നത്തിൽ ഉണ്ടാകാറുണ്ട്. ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ സാധാരണഗതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും രോഗികൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതായിരിക്കും വാസ്തവം എന്ന് പറയുന്നത്. അതായത് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു, ഒരു നെഞ്ചിരിച്ചിലുണ്ടാകുന്നു, ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു സോഡ നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പാനീയങ്ങൾ കുടിച്ചാൽ ഒരു പക്ഷേ സബ്സൈഡ് ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ കൂടിയും ഇത്തരത്തിൽ നമുക്ക് ഓവർ ദ കൗണ്ടർ മെഡിസിൻ കിട്ടുന്നത് പോലെ അവരുടെ പോക്കറ്റിൽ ഉണ്ടാവും ആ മെഡിസിൻ. അതെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ആശ്വാസം ഉണ്ടാകും. അപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം ഉണ്ടാവും. പിന്നെ ആ ഒരു ഭക്ഷണം കഴിക്കുന്നത് വരെ പിന്നെ കുഴപ്പമില്ലാതെ പോവുകയും ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അത്തരത്തിലൊരു ഒരു സെൽഫ് ട്രീറ്റ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ ഭാവിയിൽ മറ്റേതെങ്കിലും അസുഖത്തിലേക്ക് ചെന്നെത്തപ്പെടാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ഒരു വെറും ഗ്യാസിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് രോഗികൾ ഡോക്ടറെ കാണുന്നത് വളരെ കുറവാണ്. പലപ്പോഴും ഗ്യാസ് ഉണ്ടായിട്ട് ഒരു സെക്കൻഡറി, ഇപ്പോൾ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആൾക്കാർക്ക് സ്കാൻ ചെയ്യുമ്പോൾ ലിവറിന് ഫാറ്റി ലിവർ എന്ന് പറയുന്ന അവസ്ഥ കാണാം. അതുപോലെ ഒരു പാൻക്രിയാറ്റൈറ്റിസ്, ഇപ്പോൾ മദ്യപാനം സ്ഥിരമായിട്ടുള്ളവർക്ക് ഗ്യാസിൻ്റെ ശല്യം ഒഴിയാതെ കാണാറുണ്ട്. അവർക്ക് അൾസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. പലപ്പോഴും അസിഡിറ്റി കാണുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് ഈ പറഞ്ഞതുപോലെ ഗ്യാസിൻ്റെ മരുന്നോ സോഡ നാരങ്ങ വെള്ളം കുടിച്ചിട്ടോ ആൾക്കാർ തൽക്കാലത്തേക്കുള്ള അസ്വസ്ഥത കുറയ്ക്കും. പക്ഷേ അറിയുക, വയറിൻ്റെ കംപ്ലയിൻ്റാണ് ഒരാളിൻ്റെ ശരീരത്തിൽ വരുന്ന അസുഖത്തിൻ്റെ ഏറ്റവും തുടക്കം. ആയുർവേദത്തിൽ തന്നെ നോക്കിയിരുന്നാലും അറിയാം, അവർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പുരാതന വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ആമാശയം ശുചിയാണെങ്കിൽ മനുഷ്യൻ്റെ ശരീരം ശുചിയായിരിക്കുന്നു എന്നാണ് അർത്ഥം. ശരീരത്തിൽ പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ കെമിക്കലുകൾ ചേർന്ന ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴോ ചെറിയ ചെറിയ ശരീരത്തിന് ആവശ്യമില്ലാത്ത രാസപ്രവർത്തനങ്ങൾ ആമാശയത്തിലുണ്ടാകും, കരളിനുണ്ടാകും. ഈ ഉണ്ടാകുന്ന വിഷപദാർത്ഥങ്ങൾ നിർവീര്യമാക്കേണ്ടത് കരളാണ്. ഇതിന് ഗ്രാജ്വലി നമ്മൾ സ്ഥിരമായിട്ടുണ്ടാകുന്ന ഈ ഒരു പ്രോബ്ലംസ് പലപ്പോഴും ഒരു വലിയ വലിയ അസുഖങ്ങളിലേക്കായിരിക്കും ചെന്നെത്തിക്കുക. അപ്പോഴായിരിക്കും അവർ ഡോക്ടറെയും കാണാൻ വരുന്നത്. സർ, കുടലിനകത്തുണ്ടാകുന്ന ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പ്രൈമറി സിംറ്റമായിട്ട് ഈ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ടോ? പലപ്പോഴും ദഹനം പ്രോബ്ലമായിട്ട് കാണാറുണ്ട്, ഓർക്കാനും കാണാറുണ്ട്. ഓർക്കാനിക്കുന്ന അല്ലെങ്കിൽ ഛർദിലിൽ പലപ്പോഴും രക്തത്തിൻ്റെ അംശം കാണുമ്പോഴാണ് ഉള്ളിൽ ഇതുപോലുള്ള പ്രോബ്ലംസ് ഉള്ളതായിട്ട് നമുക്ക് തിരിച്ചറിയുന്നത്. അതായത് ഒരു അൾസർ അല്ലെങ്കിൽ അതിന് മുകളിൽ ഒരു ക്യാൻസറിൻ്റെയോ രീതികൾ കാണുന്നത് ഇതുപോലെ പുറത്തേക്ക് വരുന്ന അവശിഷ്ടങ്ങളിൽ നിന്നാണ്. അതുപോലെ മലത്തിൽ കാണപ്പെടുന്ന രക്തത്തിൻ്റെ അംശം അല്ലെങ്കിൽ മോഷൻ കൂടി തുടർച്ചയായി കറുത്ത നിറത്തിൽ പോവുക, ശരീരം അമിതമായി മെലിയുക, തലകറക്കം, അതുപോലെ ഹിമോഗ്ലോബിൻ്റെ അളവ് പതിവില്ലാതെ കുറയുക, രക്തക്കുറവ് കാണുക, ഇങ്ങനെ പല തരത്തിലുള്ള ലക്ഷണങ്ങൾ ആമാശയത്തിലോ അല്ലെങ്കിൽ കുടലിലോ കാണപ്പെടുന്ന ക്യാൻസറിന് സിംറ്റംസ്. ഈ ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവരിൽ കൂടുതൽ പേർക്കും ഈ പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ ഇതുപോലെയുള്ള ഏനോറെക്ടൽ റീജിയനിൽ വരുന്ന അസുഖങ്ങൾ കൂടുതലായിട്ട് കാണാറുണ്ട്. അതിന് കാരണം തന്നെ ഭക്ഷണക്രമത്തിൻ്റെ പ്രശ്നങ്ങളാണ്. പലപ്പോഴും പച്ചക്കറികൾ, അതായത് ഫൈബർ ചേരാത്ത ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നവരിൽ, അമിതമായി പഴകിയ ഭക്ഷണങ്ങൾ, പുളിച്ച ഭക്ഷണങ്ങൾ, അതായത് ആസിഡ് കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, എരിവ്, ഇതെല്ലാം കഴിക്കുന്നവരിൽ ഇൻറ്റസ്റ്റൈനിൻ്റെ മൊത്തത്തിലുള്ള pH വ്യത്യാസം വരും. അത് കൂടുതലും അസിഡിക് pH ആയി മാറും. അത് ഇൻറ്റസ്റ്റൈനിലും അതുപോലെ മലാശയത്തിലും ഏനൽ ഏരിയകളിലുമുള്ള ബ്ലഡ് വെസൽ, രക്തക്കുഴലുകളെ ഡയലേറ്റ് ചെയ്യുകയും അത് ആ ഭാഗത്ത് ബ്ലീഡിങ്ങുകളും ഇൻഫെക്ഷനും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. വയറിനകത്ത് വരുന്ന ഈ വയറിളക്ക രോഗങ്ങൾ, ഇപ്പം പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരുന്ന വയറിളക്ക രോഗങ്ങൾ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ, ഇതെല്ലാം തന്നെ പലപ്പോഴും
ഏനൽ ഏരിയ അല്ലെങ്കിൽ മലാശയത്തിൽ വ്രണങ്ങൾ ഉണ്ടാക്കാനും അത് ഫിസ്റ്റുലാക്കോ ഫിഷറിനോ കാരണമാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഏമ്പക്കം വിടുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഈ ഏമ്പക്കം വിടുന്നത് ഒരു നോർമൽ പ്രതിഭാസമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും. നമുക്ക് ഇപ്പോൾ അറിയാം, വീട്ടിലൊക്കെ തന്നെ പേരൻസോ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഏമ്പക്കം വിടുക എന്ന് പറയുന്നത് വളരെ നോർമലായിട്ട് ഒരു വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലൊരു ഏമ്പക്കം പോകുന്നത് പലപ്പോഴും ഭക്ഷണത്തിൽ നമ്മുടെ മലയാളികളുടെ തൃപ്തിയുടെ ഭാഗമായിട്ട് ഏമ്പക്കം കാണാറുണ്ട്. പക്ഷേ ആ ഒരു അവസ്ഥയിൽ അതിനെ കാണാൻ പാടില്ല. വയറ് നിറയെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഈ ഒരു അവസ്ഥ കാണുക, ഏമ്പക്കം കൂടുതൽ കാണുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങൾ ദഹിക്കുമ്പോൾ അതിനകത്തിപ്പോൾ ഫൈബർ, നാരുകളടങ്ങിയ ഭക്ഷണം ദഹിക്കുമ്പോൾ അതിന് ഗ്യാസ് കൂടുതൽ ഉണ്ടാകാറുണ്ട്. അത് മുകളിൽ കൂടെയോ താഴെ കൂടെയോ പുറത്തേക്ക് പോകാറുണ്ട്. അത് നമുക്കൊരു മോശം അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അമിതമായി ഭക്ഷണം കഴിക്കുന്നവർക്ക് പലപ്പോഴും ഒരു പുളിച്ച തകട്ടലോ അല്ലെങ്കിൽ അസിഡിറ്റിയുടെയോ കാരണമായി വയറിനകത്ത് പ്രോപ്പറായി ദഹനം നടക്കില്ല. അത് കൂടുതൽ ഗ്യാസ് ഉണ്ടാക്കുകയും ഏമ്പക്കം ഉണ്ടാക്കുകയും ചെയ്യാം. ഈ പാരമ്പര്യമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഈ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഉണ്ട്, കുട്ടികൾക്കും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള അതിൽ പാരമ്പര്യമായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ടോ? അൾസർ, പൈൽസ് തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞ IBS തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ ജനിതകമായി പകർന്നു വരുന്നത് കണ്ടിട്ടുണ്ട്. ചില ബ്ലഡ് ഗ്രൂപ്പുകാരിൽ ചില അസുഖങ്ങൾ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ RH പോസിറ്റീവ് ഗ്രൂപ്പ് പലപ്പോഴും ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടാകുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനെക്കാട്ടിയും കൂടുതൽ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ഇതെല്ലാം വരുന്നതെന്ന് വേണം പറയാൻ. ഇപ്പോൾ പാരമ്പര്യമായി ഡയബറ്റീസ് ഉള്ളവരാണെങ്കിലോ അൾസർ ഉള്ളവരാണെങ്കിലോ ചിട്ടയായ ഒരു ജീവിതചര്യ ഉള്ളെങ്കിൽ അവർക്ക് വരാനുള്ള സാധ്യത ഏതാണ്ട് 10% കുറയാറുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഈ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർ പലപ്പോഴും പലതരം ആഹാരങ്ങളും ഒഴിച്ചു നിർക്കാറുണ്ട്. ചിലർക്ക് ഏത്തപ്പഴമായിരിക്കാം, ചിലർക്കത് മുട്ടയായിരിക്കാം, ചിലർക്കത് മീനായിരിക്കാം, ചിലർക്കത് ചിക്കൻ ആയിരിക്കാം. അങ്ങനെ പലതരത്തിലാണ്. ചിലർക്ക് ചേനയായിരിക്കാം. അങ്ങനെ പലതരത്തിൽ വൈവിധ്യമാർന്ന പ്രശ്നങ്ങളോട്, ആഹാരങ്ങളോടായിരിക്കാം ഇത്തരത്തിൽ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ആ വസ്തു ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ആണോ യഥാർത്ഥത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനം? അതായത് ചിലരുടെ ശരീരത്തിൽ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ അലർജിയായിട്ട് കാണാറുണ്ട്. അതായത് ചിലവർക്ക് കണ്ടാലറിയാം, ഈ ബീഫ് കഴിച്ചാലോ അല്ലെങ്കിൽ ചിക്കൻ കഴിച്ചാലോ ശരീരത്തിൽ ചൊറിഞ്ഞു തടിച്ചു വരുന്നത് കാണാം. കപ്പലണ്ടി കഴിച്ചാൽ ശരീരത്തിൽ അലർജി വരാൻ, ചിലവർക്ക് ശ്വാസം മുട്ടൽ വരാറുണ്ട്. അങ്ങനെയുള്ളവരിൽ ഈ ടൈപ്പ് പ്രോട്ടീനുകളോ ചില അലർജൻറ്റുകളോ കൂടുതലുള്ള ഭക്ഷണങ്ങളായിരിക്കാം. അവരുടെ ശരീരത്തിൽ അത് നമുക്ക് ഒരു സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ അത് ടോക്സിൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ തരം വിഷമായിട്ട് അത് വർക്ക് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആദ്യത്തെ ഭാഗം. ഇപ്പോൾ ഒരാൾക്ക് ബീഫ് അലർജി ആണെങ്കിൽ അവരത് ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് ഈ പൊതുവെ ഇങ്ങനെയുള്ള അലർജി കംപ്ലയിൻസിന് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ അത് പെട്ടെന്ന് മാറും. ഈ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്ന തരം ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ സാധാരണഗതിയിൽ നോർമൽ ഒരു ഹെൽത്തി ഡയറ്റ് ഉണ്ടാക്കുന്നെങ്കിൽ കൂടിയും ഒരുപക്ഷെ വീട്ടിലെ ഗ്രാൻഡ് പേരൻ്റ് അല്ലെങ്കിൽ അമ്മയ്ക്കോ അച്ഛനോ ഭക്ഷണ പദാർത്ഥങ്ങളോട് ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രശ്നം ഉണ്ടാവും, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആ ഒരു വസ്തു അല്ലെങ്കിൽ അത്തരത്തിലുള്ള വസ്തുക്കളെ നമുക്ക് നേരത്തെ കൂടി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം, ഇപ്പോൾ ചിലവർ ചോദിച്ചു കഴിഞ്ഞാൽ പറയുമല്ലോ, ഇപ്പോൾ നാരങ്ങ കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ഉണ്ടാവും, ബിരിയാണി കഴിച്ചാൽ നെഞ്ചരിച്ചിൽ വരും. അതായത് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒരാൾക്ക് സ്ഥിരമായിട്ട് അവർ മുമ്പ് കഴിച്ച ഒരു എക്സ്പീരിയൻസ് കൊണ്ട് അവർക്ക് എപ്പോൾ കഴിച്ചാലും ഇത് പ്രശ്നം ഉണ്ടാകുമെന്ന് അവർക്കറിയാം. പക്ഷേ ചിലവർ ഇപ്പോൾ പൈൽസിൻ്റെ പ്രോബ്ലം ഉണ്ടാക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് അലർജി ആണെങ്കിൽ അവർ ചിക്കൻ കഴിക്കാറുണ്ട്, മുട്ട കഴിക്കാറുണ്ട്. അത് അവരുടെ ആഗ്രഹം കൊണ്ടാണ്. സോ ഇതുപോലെ അവർക്ക് റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത സിറ്റുവേഷൻ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. സോ ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെയെന്ന് അറിഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. ഈ പൊട്ടറ്റോ പോലെയുള്ള സാധനങ്ങളൊക്കെ, അതായത് പൊട്ടറ്റോ കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാകും അല്ലെങ്കിൽ നെഞ്ചിരിച്ചിലുണ്ടാകും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ യഥാർത്ഥത്തിൽ ഈ പൊട്ടറ്റോയ്ക്കോ അല്ലെങ്കിൽ ചേനയ്ക്കോ ഏതെങ്കിലും രീതിയിലുള്ള വ്യത്യാസമുണ്ടോ? ഇതിനകത്തുള്ള ചില ആൽക്കലോയിഡ്സ് എല്ലാവർക്കും പ്രോബ്ലം ചെയ്യാറില്ല. നേരത്തെ പറഞ്ഞതുപോലെ ചിലവർക്ക് പ്രോബ്ലം ചെയ്യാറുണ്ട്. ചേന കഴിച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് ചൊറിച്ചിലുണ്ടാകാറുണ്ട്. പക്ഷേ പലപ്പോഴും ചൂടോടുകൂടി ഇപ്പോൾ ഉണ്ടാക്കി 1 മണിക്കൂറിനകത്ത് കഴിക്കുകയാണെങ്കിൽ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ വലിയ പ്രോബ്ലം ചെയ്യാറില്ല എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും ഇപ്പോൾ നമ്മുടെ ഒരു തിരക്കുള്ള ഒരു ജീവിത രീതിയിൽ രാവിലെ ഉണ്ടാക്കുന്ന ഭക്ഷണം വൈകുന്നേരം ചൂടാക്കി കഴിക്കാറുണ്ട്. അത് പലരിലും ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാക്കാറുണ്ട്. സോ ഇതുപോലുള്ള രീതികൾ നമ്മൾ അവോയ്ഡ് ചെയ്താൽ തന്നെ പലപ്പോഴും അസുഖങ്ങൾ കുറഞ്ഞു കിട്ടും. ഈ ദഹന സംബന്ധമായുള്ള പ്രശ്നങ്ങളുടെ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയാറുള്ളത്, ഞാൻ ഒരുപാട് ഡോക്ടറെ പോയി കണ്ടു, കുറേ മരുന്ന് കഴിച്ചു, തൽക്കാലമൊക്കെ ആശ്വാസം കിട്ടും, പക്ഷേ വീണ്ടും 1 മാസമോ 2 മാസമോ കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ തൽക്കാല അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കടയിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ഗുളികൾ വാങ്ങിച്ച് കഴിക്കുക എന്ന് എന്നാണ് എപ്പോഴും പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ദഹന സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ ചികിത്സിക്കാനായിട്ട് ബുദ്ധിമുട്ടാണോ?
ഡെയിലി കഴിക്കുന്ന ഭക്ഷണ രീതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ദഹന പ്രശ്നങ്ങൾ. ഇപ്പോൾ ഒരു പ്രോബ്ലം ഇല്ലാത്ത ഒരാൾക്ക് ഒരു വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ നിറഞ്ഞ ഒരു പാനീയം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് വയറിന് രോഗമുണ്ടാകാം. അത് അവർക്ക് ഒരു 2 മാസം മുമ്പ് വന്ന ഒരു ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്തു മാറി, അതുപോലെ പുതിയൊരു ഇൻഫെക്ഷൻ ഉണ്ടാകാം. അവർ ഒരു ചിട്ടയായ ജീവിത രീതി തുടരുകയാണെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ നമ്മുടെ മലയാളികളുടെ ഒരു ശീലം എടുത്താൽ അറിയാം, രാവിലെ തിരക്കിട്ട ഒരു ജീവിത രീതിയാണ്. രാവിലെ തിരക്കിട്ട് പോകുന്നതുകൊണ്ട് അവർ രാവിലെ ഭക്ഷണമേ കഴിക്കില്ല. 11 മണിക്കൊരു ചായ വട, ഉച്ചയ്ക്ക് ചോറ്, വൈകുന്നേരം വന്നിട്ടാണ് ഇതിൻ്റെ എല്ലാം ക്ഷീണം മാറ്റാൻ വയറ് നിറയെ ഭക്ഷണം. സോ ഈ ഒരു ഭക്ഷണ രീതി കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ലിവറിന് കേടുണ്ടാകുന്നത്, പാൻക്രിയാസിന് കേടുണ്ടാകുന്നത്. മലയാളികൾക്ക് നോക്കി അറിയാം, കുടവയറില്ലാത്തവർ കുറവാണ്. സോ ഈ ഒരു ജീവിത രീതി മാറാതെ ഈ ഒരു പ്രോബ്ലംസ് മാറത്തില്ല. സർ, ഈ ഹോമിയോപ്പതി ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ഈ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എത്രത്തോളം ഫലവത്താണ് ഈ ഹോമിയോപ്പതി ചികിത്സ എന്ന് പറയുന്നത്? പല ആൾക്കാരും കംപ്ലയിൻറ്റ് പറഞ്ഞ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ നാൾ മരുന്ന് കഴിച്ചാൽ കൂടിയും ആ മരുന്ന് നിർത്തി കുറച്ച് നാൾ കഴിയുമ്പോൾ അതെ അസുഖം തീർന്നു എന്ന് കരുതിയിരിക്കും. ഒരു 3 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ് വീണ്ടും ഇത് പതുവെ തുടങ്ങി വീണ്ടും പൂർവാധികം ശക്തിയായി പണ്ട് എങ്ങനെയായിരുന്നോ ആ രീതിയിലേക്ക് ചെന്നെത്തപ്പെടുന്നു എന്നുള്ളത് പല രോഗികളും കംപ്ലയിൻറ്റ് പറയാറുള്ളതാണ്. ഹോമിയോപ്പതി മരുന്ന് കഴിച്ചാൽ ഏതാണ്ടൊരു കഴിച്ചു തുടങ്ങി 2 മണിക്കൂറിനകത്ത് തന്നെ അവരുടെ അസിഡിറ്റി പ്രോബ്ലംസ് കുറഞ്ഞു തുടങ്ങിക്കോളും. പക്ഷേ അവരുടെ ജീവിത രീതി ശരിയല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് ഇത് തിരിച്ചു വരാറുണ്ട്. ഇപ്പോൾ പൈൽസ് രോഗത്തിന് ഓപ്പറേഷൻ ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെയും രോഗം ഉണ്ടാകുന്നത് ഒരുപാട് പേര് പറയാറുണ്ട്. അത് അവരുടെ ഭക്ഷണ രീതി കൊണ്ടാണ്, ഓപ്പറേഷൻ്റെ കുഴപ്പം കൊണ്ടല്ല. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ശരീരത്തിനകത്ത് നമ്മൾ ഡെയിലിയുള്ള ഭക്ഷണത്തിൽ വരുന്ന കേടുകൾ ശരീരത്തിനെ മോശമായി ബാധിക്കും. അത് വരുമ്പോൾ ആ അസുഖം ചികിത്സിച്ച് മാറ്റുക, പിന്നെ നമ്മുടെ ഒരു ജീവിത രീതി ശരിയാണെങ്കിൽ പ്രോബ്ലം ചെയ്യത്തില്ല. തീർച്ചയായിട്ടും അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ ഈ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള അവർക്ക് ഈ എമർജൻസി ആയിട്ട് ഇപ്പോൾ ഒരു വളരെ കാലം 1 വർഷത്തോളം പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കും. ഇടയ്ക്കൊക്കെ ഒരു പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവർക്ക് ഒരു എമർജൻസി എന്നുള്ള നിലയിൽ പലപ്പോഴും മരുന്നുകൾ നമുക്ക് ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ അത്യാവശ്യത്തിന് നെഞ്ചരിച്ചിൽ വന്നാൽ കഴിക്കാൻ അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കാവുന്ന മരുന്നുകൾ, നിങ്ങൾക്ക് തന്നെ സ്വയം എടുത്ത് കഴിക്കാവുന്ന മരുന്നുകൾ ഹോമിയോപ്പതിയിലുണ്ട്. അതുപോലെ അസിഡിറ്റി അല്ലെങ്കിൽ വയറിളക്കം ഇതുപോലുള്ള പ്രോബ്ലംസ് വന്നാൽ അരമണിക്കൂറിനകത്ത് തന്നെ കംപ്ലയിൻറ്റ് മാറുന്ന മരുന്നുകൾ ഹോമിയോപ്പതിയിലുണ്ട്. അത് ഏതെങ്കിലും നിങ്ങളുടെ ഒരു നല്ല ഡോക്ടറെ പോയി കണ്ട് ഈ മരുന്നുകൾ മേടിച്ച് വീട്ടിൽ സൂക്ഷിച്ചാൽ ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ കരൾ രോഗത്തിനൊക്കെ ആണെങ്കിൽ കുറച്ച് നാൾ 2-3 മാസം തുടർച്ചയായി മരുന്ന് കഴിക്കേണ്ടി വരും. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ട്രീറ്റ് ചെയ്യപ്പെടാതിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കുടലിൽ അൾസർ ഉണ്ടാവുക, അത് കുറച്ചുകൂടെ കഴിഞ്ഞ് ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ കാർസിനോമ പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് നീങ്ങുക, ആ ഒരു എക്സ്റ്റെൻറ്റ് വരെയും യഥാർത്ഥത്തിൽ നമ്മൾ ട്രീറ്റ് ചെയ്യപ്പെടാതിരുന്നു കഴിഞ്ഞാൽ എത്തപ്പെടും. അതുപോലെ തന്നെ ഒരുപാട് നാൾ ഈ ദഹന സംബന്ധമുള്ള പ്രശ്നങ്ങൾ നമ്മൾ ട്രീറ്റ് ചെയ്യാതിരുന്നാൽ എൻഡോസ്കോപ്പി, ചിലപ്പോൾ ഇടയ്ക്ക് പോയി എൻഡോസ്കോപ്പി ചെയ്ത് വയറിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കേണ്ട ഒരവസ്ഥ, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കോമൺ ആണോ യഥാർത്ഥത്തിൽ? വളരെ കോമൺ ആണ്. കാരണം നെഞ്ചരിച്ചിൽ പോലുള്ള കംപ്ലയിൻറ്റ്സ് പലപ്പോഴും ആൾക്കാരങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷേ അതൊരു നല്ല രീതിക്കുള്ള ഒരു അസ്വസ്ഥയായി കഴിയുമ്പോഴാണ് പലപ്പോഴും ഡോക്ടർമാരെ വന്ന് കാണുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആമാശയത്തിലുള്ള ആസിഡ് പതുക്കെ അന്നനാളത്തിലേക്ക് കയറുന്ന ഒരവസ്ഥയാണ് നെഞ്ചരിച്ചിൽ. അത് വല്ലപ്പോഴും ഒരു ആഴ്ചയിൽ 1 തവണയോ വല്ലതും ഉണ്ടാകുകയാണെങ്കിൽ പ്രോബ്ലമില്ല. പക്ഷേ തുടർച്ചയായിട്ട് വരികയാണെങ്കിൽ അത് ആ ഭാഗത്തുള്ള മസിലിന് കേടുവരുത്തുകയും അതിനകത്ത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷേ പലപ്പോഴും ഒരു അന്നനാളത്തിൽ വരുന്ന ക്യാൻസർ തിരിച്ചറിയപ്പെടാറില്ല. ഇങ്ങനെ ഒരു ഭീകരമായ അവസ്ഥകൾ ഇതിനകത്തുണ്ട്. സോ ഇതുപോലുള്ള പ്രോബ്ലംസ് ഉള്ളപ്പോൾ തുടക്കത്തിൽ തന്നെ ചികിത്സ എടുക്കുന്നത് തന്നെയാണ്. ഈ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർ ഡോക്ടർക്ക് എന്ത് നിർദ്ദേശമാണ് തരത്തിൽ കൊടുക്കാനുള്ളത്? ആഹാര രീതിയാണ് ഒരു മനുഷ്യൻ്റെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് പഴകാത്ത ഭക്ഷണങ്ങൾ, നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ, അത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് പോലും, അതായത് അത്യാവശ്യം ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് കഴിക്കാം. പക്ഷേ തുടർച്ചയായി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. ഇപ്പോൾ ഒരു ദിവസം ഭക്ഷണം ഉണ്ടാക്കി ഒരാഴ്ച കഴിക്കുന്ന ആൾക്കാർ ധാരാളമാണ് നമുക്കിടയിൽ. പക്ഷേ അതുപോലുള്ള ജീവിത രീതികൾ തന്നെയാണ് അവരെ അസുഖങ്ങളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, വയറ് നിറയെ കഴിക്കാതിരിക്കുക. ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും സന്തോഷകരമായൊരു കാര്യമാണ്. പക്ഷേ വയറ് നിറയെ കഴിക്കുക എന്ന് പറയുന്നത് അത്യന്തം രോഗാവസ്ഥ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ. തീർച്ചയായിട്ടും ഡോക്ടറുടെ തിരക്കേറിയ സമയം കൈരളി പീപ്പിളിനോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് വിശദീകരിച്ചതിന് ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം നിങ്ങൾക്കറിയാം. ടു ദ പ്രൊഡ്യൂസർ, ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello.peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.